കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. രാജ്യത്തെ മുഴുവൻ കർഷകരും കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വിതരണം എന്നാണെന്ന് ഈ ആഴ്ചയിൽ തന്നെ അറിയിക്കുന്നതാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം 20ാം ഗഡു ഉടൻ ഉണ്ടാവുന്നതാണ്. 22 കോടിയോളമാണ് ആവശ്യമായി വരിക. എന്നാൽ ഇതിനായി വേണ്ട ആദ്യഘട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലൈവായി വീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും വിതരണം ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായി ഒരു സമയക്രമീകരണം കൂടി ആവശ്യമായി വരും. അതുകൊണ്ടു തന്നെ കഴിഞ്ഞ 19ാം ഗഡു വിതരണം നടത്തിയതിൽ നിന്നും അല്പം വൈകിയാണ് 20ാം ഗഡു വിതരണം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ മാസം ആദ്യത്തിൽ തന്നെ വിതരണം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കർഷകർക്കായി തയ്യാറാക്കി ഈ ആനുകൂല്യത്തിൽ മുടക്കം കൂടാതെ 20ാം ഗഡു വരെ വിതരണവുമായി. എന്നാൽ ഇനിയും ഈ തുക തുടർന്ന് ലഭിക്കാനായിട്ടാണ് കർഷക രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആയതിനാൽ തന്നെ ഇനിയും ഒട്ടനവധി കർഷകരാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ളത്. ഇതിനായി ഓരോ കർഷകരും തൊട്ടടുത്തുള്ള CSC സെന്ററുകളിലെ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി ജൂലൈ മാസം 31 മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതി ഈ ആഴ്ചയിൽ തന്നെ അറിയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ കർഷകർ അല്ലാത്തവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യം ലഭിക്കാൻ ഈ ID ഉള്ളവരിലേക്ക് പരിമിതപ്പെടുത്തും. അഗ്രിസ്റ്റാക്ക് വഴി രജിസ്റ്റർ ചെയ്തവർക്ക് ഒരു ID കാർഡ് ലഭിക്കുമെന്നും ഉള്ള അറിയിപ്പുണ്ട്. എന്നാൽ കാർഡ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. എന്നു മുതലാണ് ഇത് വിതരണം ചെയ്യുന്നതെന്നും അറിയിച്ചിട്ടില്ല. കർഷക രജിസ്ട്രേഷനായി ആധാർ കാർഡ്, കരമടച്ച രസീത്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയാണ് ആവശ്യമുള്ളത്. OTP വെരിഫിക്കേഷൻ ഉള്ളതിനാൽ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. PM കിസാന്റെ തുടർന്ന് ലഭിക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ആവുമ്പോഴേക്കും കർഷക രജിസ്ട്രേഷൻ ID കാർഡ് ഉള്ളവർക്ക് മാത്രമാവും കിസാൻ സമ്മാൻ നിധി ധനസഹായം എത്തിച്ചേരുക. 20ാം ഗഡു വിതരണത്തിന്റെ തീയതി മാത്രമാണ് ഇനി അറിയിക്കാനുള്ളത്. അതിനുവേണ്ട നടപടികളെല്ലാം പൂർത്തിയായതോടെ ആനുകൂല്യം എല്ലാവരിലേക്കും ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.